Good morning friends, welcome back to our YouTube channel Cascade of Maths. So, ഇന്നത്തെ വീഡിയോ പാരലൽ ലൈൻസിൻ്റെ 7th ആൻഡ് ലാസ്റ്റ് വീഡിയോ ആണ്. ആൻഡ് ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് ടോപ്പിക്കായ ട്രയാങ്കിൾ സംസ് ആണ് ആൻഡ് ഓൾസോ ലാസ്റ്റ് എക്സസൈസ് കൂടെയാണ്. ആൻഡ് ഈ ഒരു ചാപ്റ്ററോട് കൂടി പാരലൽ ലൈൻസ് എന്ന ചാപ്റ്റർ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുമായിരിക്കും. ആൻഡ് ഓൾസോ നെക്സ്റ്റ് വീഡിയോസിൽ ഇതിൻ്റെ ബാക്കി ചാപ്റ്റേഴ്സ് ആയിരിക്കും അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ബാക്കി ട്രയാങ്കിൾ സം എന്താണെന്നൊക്കെ നോക്കിയാലോ. സോ ട്രയാങ്കിൾ സം എന്താണ്? ഈ ട്രയാങ്കിൾ സം എന്ന ടോപ്പിക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നോക്കാം. ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, ഫസ്റ്റ് ഞാൻ ഒരു ലൈൻ വരയ്ക്കുന്നു. എന്നിട്ട് ഒരു പ്രൊട്രാക്ടർ വെച്ച് തൽക്കാലം ഞാനൊരു 40 ഡിഗ്രി എടുക്കുന്നു. ഓക്കെ, 40 ഡിഗ്രി 10, 20, 30, 40 ഇതാണ് നമ്മുടെ 40 ഡിഗ്രി. ഈ 40 ഡിഗ്രി ഞാൻ എന്ത് ചെയ്യുന്നു, ജോയിൻ ചെയ്യിക്കുവാണ്. ജോയിൻ ചെയ്യിച്ചില്ല. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഈ ആംഗിളിൽ ഒരു ഇതെന്ന് പറയുന്നത് 40 ഡിഗ്രി കിട്ടി ആണല്ലോ. ഇനി ഈ താഴെ വരച്ച ലൈന് ഞാൻ എ ബി എന്ന് പേര് കൊടുത്തു. ഈ എ ബിക്ക് പാരലലായിട്ട് തന്നെ ഞാൻ എന്തുവാണ്, മറ്റൊരു ലൈൻ കൺസ്ട്രക്ട് ചെയ്യാൻ പോകണം. തൽക്കാലം പാരലൽ ആണ് എന്നാണ് ഞാൻ അസംഷൻ. ഓക്കെ, പാരലലായിട്ട് ഞാൻ മറ്റൊരു ലൈൻ കൺസ്ട്രക്ട് ചെയ്തു. ഓക്കെ, എ ബിക്ക് പാരലായിട്ട് സപ്പോസ് സി ഡി എന്ന് പറയുന്ന ഒരു ലൈൻ ഞാൻ കൺസ്ട്രക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ആംഗിൾ കിട്ടിയില്ലേ? ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് പറഞ്ഞേ. ഇതിന് മുന്നത്തെ ക്ലാസ്സുകളിൽ പഠിച്ച അനുസരിച്ച് ഈ എ എന്ന് പറയുന്ന ആംഗിളും ഈ സി എന്ന് പറയുന്ന ആംഗിളും കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. ബിക്കോസ് ഈ രണ്ട് പാരലൽ ലൈൻസ് ആണ്. ഈ സി ഡിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ ഈ എ സി എന്ന് പറയുന്നത് ഇവരെ രണ്ടുപേരെയും ട്രാൻസ്വേഴ്സ്ലി കട്ട് ചെയ്യും. സോ ആംഗിൾ എ ആംഗിൾ സി കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. കോ ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്നത് സപ്ലിമെൻ്ററി ആണ്, അതായത് അതിൻ്റെ സമ്മ് 180 ആണ്. സോ ഇത് 40 ഡിഗ്രി ആണെങ്കിൽ സമ്മ് 180 കിട്ടണമെങ്കിൽ ഇവിടെ എത്ര കിട്ടണം? 140 ഡിഗ്രി കിട്ടണം. ഓക്കെ ആണല്ലോ. 140 ഡിഗ്രി കിട്ടി. എന്തായി? 140 ഡിഗ്രി കിട്ടിയല്ലോ. ഇനി ഞാൻ എന്ത് ചെയ്യുവാണ്, ഈ 140 ഡിഗ്രീനെ എന്താണ് ആംഗിൾ ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് കൊണ്ടുവരുവാണ്. ഓക്കെ, ആംഗിൾ കുറച്ച് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഈ 140നെ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ ഇരിക്കുന്ന 140 അല്ലേ, ഇങ്ങനെ ഇരിക്കുന്ന ഈ 140നെ ഇങ്ങനെ 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 ഓരോ ഡിഗ്രി കുറച്ച് 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 കൊണ്ടുവരും. ഈ കുറച്ച് കൊണ്ടുവരുന്ന ഈ ആംഗിള് ഞാൻ എന്ത് ചെയ്തു, ഒരു പെർട്ടിക്കുലർ ആംഗിൾ എത്തുമ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യുവാണ്. പെർട്ടിക്കുലർ ആംഗിൾ എത്തി ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഞാൻ അതിനെ വേറൊരു പെൻ വെച്ച് ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണ്. ഓക്കെ, ഈ ഒരു ആംഗിളിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ എന്താണ്, ഇത്രയും ആംഗിള് പുതിയൊരു ആംഗിള് ഫോം ചെയ്തില്ലേ? ഇത്രയും പുതിയൊരു ആംഗിളാണ് ഫോം ചെയ്തത്. ഞാൻ കുറച്ചത് സപ്പോസ് 60 ഡിഗ്രിയാണ് ഞാൻ കുറച്ചത്. ഓക്കെ, 140യിൽ നിന്നൊരു 60 ഡിഗ്രി ആംഗിളാണ് ഞാൻ താഴോട്ട് കുറച്ച് കൊണ്ടുവന്നത്. 60 ഡിഗ്രിയാണ് ഞാൻ കുറച്ചതെങ്കിൽ ഇവിടെ ഒരു ഇപ്പോൾ ട്രയാങ്കിൾ ഫോം ചെയ്തില്ലേ? ഈ ഫോം ചെയ്ത ട്രയാങ്കിളിന് ഉള്ളിലെ ആംഗിൾ എത്രയായിരിക്കും? 140 ഉണ്ടായിരുന്നതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു, 60 ഡിഗ്രി കുറച്ചു. അപ്പോൾ 140 - 60 80 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഈ ട്രയാങ്കിളിനുള്ളിൽ വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് 80 ഡിഗ്രിയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടി. എന്ത് കിട്ടി? ഒരു ട്രയാങ്കിൾ കിട്ടി. ട്രയാങ്കിളിനുള്ളിലെ രണ്ട് ആംഗിളും കിട്ടി. ഇനി ഒരു മൂന്നാമത്തെ ആംഗിള് ഇവിടെ ബാക്കിയുണ്ട്. മൂന്നാമത്തെ ആംഗിൾ ബാക്കിയുണ്ടല്ലോ. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നിങ്ങൾ നോക്കിക്കേ, ഈ ആംഗിൾ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി അല്ലേ? ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. ആൻഡ് ഈ എ ബി സി ഡി പാരലലാണ്. ഈ ഒരു ലൈൻ എന്താണ്, ഇവരെ ട്രാൻസ്വേഴ്സ്ലി കട്ട് ചെയ്യുവാണ്. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഈ രണ്ട് ആംഗിൾസ് ആരാണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. സോ ഇത് 60 ആണെങ്കിൽ ഈ ആംഗിളും 60. അപ്പം നമുക്കൊരു ട്രയാങ്കിൾ കിട്ടി. 40, 60, 80 എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ. ഞാൻ ആ ട്രയാങ്കിൾ എന്ത് ചെയ്യണം, താഴോട്ട് ജസ്റ്റ് ഒന്ന് മാറ്റി വരയ്ക്കുകയാണ്. ഓക്കെ, ഞാൻ ഒരു ട്രയാങ്കിൾ ജസ്റ്റ് ഒന്ന് മാറ്റി വരയ്ക്കുകയാണ്. ഒരു ലൈൻ വരച്ചു. ഞാൻ മെഷർ അസ്യൂം ചെയ്ത് എടുക്കണം. ഓക്കെ, ആൻഡ് ഇതാണ് സപ്പോസ് നമുക്ക് കിട്ടിയ ട്രയാങ്കിൾ എന്ന് വെച്ചോളൂ. അപ്പോൾ ഈ ഒരു സൈഡ് 40 ഡിഗ്രി കിട്ടി,
ഇത് 80 ഡിഗ്രി കിട്ടി ആൻഡ് തേർഡ് ആംഗിൾ 60 ഡിഗ്രി കിട്ടി. അപ്പോൾ ട്രയാങ്കിളിന്റെ 3 ആംഗിൾസ് നമുക്ക് കിട്ടിയല്ലോ. ഈ 3 ആംഗിൾസ് നിങ്ങൾ ഇനി ഒന്ന് കൂട്ടി നോക്കിക്കേ. ഇത് ആംഗിൾ എ ബി ആൻഡ് സി, 3 ആംഗിൾസ് ഉണ്ട്. ആ 3 ആംഗിൾസ് നിങ്ങളൊന്ന് കൂട്ടി നോക്കി. എങ്ങനെ നമുക്ക് ആദ്യം എടുക്കാം? ആംഗിൾ എ ബി സി, ആംഗിൾ എ ബി സി പ്ലസ് ആംഗിൾ സി എ ബി, ആംഗിൾ സി എ ബി പ്ലസ് ആംഗിൾ എ സി ബി, ആംഗിൾ എ സി ബി. ഇവർ 3 പേരും കൂടെ ആകുമ്പോൾ ആംഗിൾ എ ബി സി എത്രയാണ്? 80 ഡിഗ്രി പ്ലസ് ആംഗിൾ സി എ ബി 40 ഡിഗ്രി പ്ലസ് ആംഗിൾ എ സി ബി 60 ഡിഗ്രി എന്ന് പറയുമല്ലോ. അപ്പോൾ 80 പ്ലസ് 40 പ്ലസ് 60, 40 പ്ലസ് 60 100 പ്ലസ് 80 എത്ര കിട്ടി? 180 ഡിഗ്രി എന്ന് കിട്ടി. എത്ര ഡിഗ്രി എന്ന് കിട്ടി? 180 ഡിഗ്രി എന്ന് കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായ ഒരു കാര്യം? ആംഗിൾ സം ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രി. എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രി. ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾ സം എന്ന് പറയുന്നത് എപ്പോഴും 180 ഡിഗ്രിയാണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു പെട്ടിയിലാക്കി വെച്ചോളുക, മറക്കരുത്. ഓക്കെ ആണല്ലോ. നമ്മളിപ്പോൾ ട്രയാങ്കിളിൻ്റെ ആംഗിൾ സം എപ്പോഴും 180 ആണെന്ന് പഠിച്ചു. ഇനി അത് വെച്ച് നമുക്കൊരു ചോദ്യം ചെയ്താലോ? ചോദ്യം നോക്കിക്കോളൂ. വൺ ആംഗിൾ ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഇസ് 40 ഡിഗ്രി. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ദി ആംഗിൾ അതർ ദാൻ ദി റൈറ്റ് ആംഗിൾ എന്നാണ് ചോദ്യം. സോ എന്താണ്? ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഞാൻ എൻ്റെ റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാൻ പോവാണ്. ഓക്കെ, നിങ്ങൾ സപ്പോസ് ചെയ്യുക ഇതാണ് എൻ്റെ റൈറ്റ് ട്രയാങ്കിൾ. എ ബി സി എന്ന് പറയുന്നതാണ് എൻ്റെ റൈറ്റ് ട്രയാങ്കിൾ. റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. ആൻഡ് രണ്ടാമത്തെ ആംഗിൾ, മറ്റൊരു ആംഗിൾ, ബാക്കി 2 ഉള്ളതിൽ ഒരു ആംഗിൾ 40 ഡിഗ്രി ആണെന്നും തന്നിട്ടുണ്ട്. സോ ഞാൻ എൻ്റെ 90ക്ക് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വരുന്നത് ഈ എ എന്ന് പറയുന്ന ആംഗിൾ 40 എടുത്തിട്ടുണ്ട്. സോ നമുക്കിനി കാണാനുള്ളത് സി ആണ്. അതിനെ ഞാൻ എക്സ് ആയിട്ടും കൊടുത്തു. ഓക്കെ ആണല്ലോ. നമ്മൾ പഠിച്ചു എന്താണ് ആംഗിൾ സം ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. 180 ഡിഗ്രി ആവണമെങ്കിൽ എല്ലാ ട്രയാങ്കിൾസ്, അതിന് ഐസോസിലസ് ആയാലും സ്കാലൻ ആയാലും നമ്മുടെ റൈറ്റ് ട്രയാങ്കിൾസ് ആയാലും ഏത് ട്രയാങ്കിൾ ആയാലും ആംഗിൾ സം എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. സോ ഈ പ്രോപ്പർട്ടി വെച്ച് ഞാൻ ഇതിൻ്റെ എക്സ് കണ്ടുപിടിക്കുകയാണെങ്കിൽ എനിക്ക് എങ്ങനെ ചെയ്യാം? ഇങ്ങനെ എഴുതിക്കൂടെ? 90 ഡിഗ്രി പ്ലസ് 40 ഡിഗ്രി പ്ലസ് എക്സ് എന്ന് പറയുന്നത് 180ക്ക് തുല്യമാണെന്ന് എനിക്ക് എഴുതാമല്ലോ. എങ്ങനെ എഴുതാം? 90 ഡിഗ്രി പ്ലസ് 40 ഡിഗ്രി പ്ലസ് എക്സ് എന്ന് പറയുന്നത് 180ക്ക് തുല്യമാണ്. സോ എക്സ് എന്ന് 90 പ്ലസ് 40 എത്രയായിരിക്കും? 130 ആണ് അല്ലേ? 130 പ്ലസ് എക്സ് എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി എക്സ് കാണാൻ എന്ത് ചെയ്ത്? എക്സ് എന്ന് പറയുന്നത് 180 മൈനസ് 130 ആയിരിക്കും. സോ എക്സ് ഇസ് ഈക്വൽ ടു 50 ഡിഗ്രി. എക്സ് എന്ന് പറയുന്നത് 50 ഡിഗ്രി. സോ നമ്മുടെ ട്രയാങ്കിളിൻ്റെ തേർഡ് ആംഗിൾ എന്ന് പറയുന്നത് 50 ഡിഗ്രി ആംഗിൾ ആണ്. ഓക്കെ ആണല്ലോ. ഇതുപോലെ നമുക്കിനി മറ്റൊരു ചോദ്യം കൂടെ ചെയ്തു നോക്കാം. എന്താണ് രണ്ടാമത്തെ ചോദ്യം? വൺ ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ 72 ഡിഗ്രി. ദി അതർ ആംഗിൾസ് ആർ ഈക്വൽ മെഷേഴ്സ്. വാട്ട് ആർ ദെയർ മെഷേഴ്സ് എന്നാണ്. അപ്പോൾ എന്താണ്? ഒരു ട്രയാങ്കിൾ ആണ്. അത് എന്ത് ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ അതെ ഞാൻ റഫായിട്ടൊരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. ഒരു ട്രയാങ്കിൾ ഞാൻ റഫായിട്ട് വരച്ചു. എ ബി സി എന്ന പേരും എടുത്തു. ഒരു ആംഗിള് 72 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. മറ്റ് 2 ആംഗിൾസും ഈക്വൽ മെഷേഴ്സ് എന്നാണ് തന്നേക്കുന്നത്. ഈക്വൽ മെഷേഴ്സ് ആണെങ്കിൽ ബി എന്ന് പറയുന്ന ആംഗിൾ എക്സ് ആണെങ്കിൽ സി എന്ന് പറയുന്ന ആംഗിളും എക്സ് തന്നെ ആയിരിക്കണം. ആണല്ലോ. നമ്മൾ പഠിച്ച അതേ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് ചെയ്യാം. എങ്ങനെയാണ്? 180 ഡിഗ്രിയാണ് ടോട്ടൽ ആംഗിൾ സം. അതായത് 72 ഡിഗ്രി പ്ലസ് എക്സ് എന്ന് പറയുന്നതാണ് ഈ 180 ഡിഗ്രി എന്ന് പറയുന്നത്. ആണോ അല്ലയോ? ഇനി നിങ്ങൾ ഇതിനെ ചെയ്ത് നോക്കിക്കേ. അപ്പോൾ 72 പ്ലസ് എക്സ് 2x എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. സോ
2x എന്ന് പറയുന്നത് 180 ഡിഗ്രി മൈനസ് 72. 180യിൽ നിന്ന് 72 പോയാൽ എത്രയായിരിക്കും? സോ 2x is equal to 180 minus 72, 108 ഡിഗ്രി ആണ്, 108 ആണ്. സോ ഇനി എക്സ് കാണാൻ എന്ത് ചെയ്യണം? എക്സ് എന്ന് പറയുന്നത് 108 ഡിവൈഡഡ് ബൈ 2. 108നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എക്സ് ഇസ് ഈക്വൽ ടു 54. സോ എക്സിൻ്റെ വാല്യൂ 54 ഡിഗ്രി ആണ്. എക്സ് രണ്ട് പേർക്കും എക്സ് ഒരേ വാല്യൂ ആണ്. സോ രണ്ട് പേർക്കും 54 ഡിഗ്രി വീതം വരും. ഓക്കെ ആണല്ലോ. ഇത് നമ്മൾ എന്താണ് ആംഗിൾ സം ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്ത് സോൾവ് ചെയ്ത രണ്ട് എന്താണ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഫിഗർ ഇല്ലാതെ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഫിഗേഴ്സ് വരുന്ന ക്വസ്റ്റ്യൻ ചെയ്യാം. സോ നമ്മൾ എന്താണ് ഇതുവരെയുള്ള ടോപ്പിക്കും ഈ രണ്ട് ചോദ്യമാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി ചെയ്യാനുള്ളത് നൗ ട്രൈ ദീസ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ആ സെറ്റും കൂടെ ചെയ്യുമ്പോൾ നമ്മുടെ പാരലൽ ലൈൻസ് എന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. ലാസ്റ്റ് വീഡിയോ ആണ് ചാപ്റ്ററിൻ്റെ. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ചോദ്യം നോക്കാം. ഡ്രോ ദ ട്രയാങ്കിൾ വിത്ത് ദ ഗിവൺ മെഷേഴ്സ്. ട്രയാങ്കിൾ ഇതേ നോക്കിക്കേ, ഒരു ട്രയാങ്കിൾ ഉണ്ട്, മെഷേഴ്സ് തന്നിട്ടുണ്ട്. ബേസ് 5 സെൻറ്റിമീറ്റർ ആണ് ആൻഡ് രണ്ട് ആംഗിൾസ് എന്ന് പറയുന്നത് 40യും 60 ഡിഗ്രിയും ആണ്. ഈ ട്രയാങ്കിൾ വേണം കൺസ്ട്രക്ട് ചെയ്യാൻ. നമുക്ക് ഞാനിവിടെ റഫായിട്ട് ആ ട്രയാങ്കിൾ ജസ്റ്റ് ഒന്ന് വരച്ച് വയ്ക്കാം. സ്കെയിലൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഞാൻ വരയ്ക്കുവാണ്. ഇവിടെ എത്രയാണ്? 40 ഡിഗ്രി. ഇവിടെ എന്താണ്? 60 ഡിഗ്രി ആൻഡ് ഇത് 5 സെൻറ്റിമീറ്റർ. ഇതാണ് നമുക്ക് വരയ്ക്കാനുള്ള ട്രയാങ്കിൾ. നമുക്കിനി ഇതൊന്ന് കൺസ്ട്രക്ട് ചെയ്താലോ? ഓക്കെ, ഞാൻ ഫസ്റ്റ് എൻ്റെ സ്കെയിൽ എടുത്തിട്ട് ഞാനൊരു 5 സെൻറ്റിമീറ്റർ വരയ്ക്കാൻ പോവാം. 5 സെൻറ്റിമീറ്റർ വരയ്ക്കാമല്ലോ നമുക്ക്. 0യിൽ നിന്ന് തുടങ്ങി 5 സെൻറ്റിമീറ്റർ വരെ, 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു 5 സെൻറ്റിമീറ്റർ വരെ വരച്ചു. ഇനി 40 ഡിഗ്രി ആംഗിൾ മാർക്ക് ചെയ്യാം. പ്രൊട്രാക്ടർ വെച്ചു, 40 ഡിഗ്രി ആംഗിൾ മാർക്ക് ചെയ്തു. ഓക്കെ ആണല്ലോ. 40 ഡിഗ്രി ആംഗിൾ, ഇത് 40 ഡിഗ്രി ആംഗിളാണ് മാർക്ക് ചെയ്തത്. നമ്മൾ എന്താണ് ഈ ആംഗിൾ നമുക്ക് അറിയത്തില്ല. ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആംഗിൾ സം എടുത്താൽ പോരെ. എങ്ങനെ? 180 മൈനസ് 40 പ്ലസ് 60 ചെയ്താൽ മതിയല്ലോ. എത്രയാണ്? 180 മൈനസ് 100 കിട്ടും. സോ എത്രയാണ്? 80 ഡിഗ്രി. ഈ തേർഡ് ആംഗിൾ എന്ന് പറയുന്നത് 80 ഡിഗ്രി ആണ്. 80 ഡിഗ്രി വരയ്ക്കാം. നമുക്കിനി 80 ഡിഗ്രി വരയ്ക്കാം. ഓക്കെ, സോ ഞാൻ എന്താണ് എൻ്റെ റൈറ്റ് സൈഡിൽ പ്രൊട്രാക്ടർ വെച്ചു, അകത്തോട്ടാണ് ആംഗിൾ. സോ ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇവിടുത്തെ 0യിൽ നിന്ന് വേണം നോക്കാൻ. 0, 30, 40, 60, 70, 80. ഇതാണ് 80 ഡിഗ്രി. നമ്മൾ എന്ത് ചെയ്യുന്നു? 80 ഡിഗ്രീനെ ജോയിൻ ചെയ്യുന്നു. സോ ഇവിടെ മുട്ടിയിട്ടില്ല, അപ്പോൾ ഇത് ജസ്റ്റ് ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, സോ 80 ഡിഗ്രി കിട്ടി. 80 ഡിഗ്രി കിട്ടിയല്ലോ. ഇനി ഇവിടെ എത്രയാണ്? മുകളിൽ 60 ഡിഗ്രി അല്ലേ? ആ 60 ഡിഗ്രി ഓട്ടോമാറ്റിക്കലി വന്നോളൂ. ഓക്കെ, ഇനി ഞാൻ പേര് കൊടുക്കുന്നു ABC എന്ന ട്രയാങ്കിൾ. ഇവിടെ 60 വന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്ത് നോക്കിയാലോ? ഞാൻ എന്ത് ചെയ്തു? ഇത് ജസ്റ്റ് ഒന്ന് ചരിച്ച് വെച്ചിട്ട് വെച്ചു 60 ഡിഗ്രി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചോദ്യം എന്തായിരുന്നു? തന്നിരിക്കുന്ന മെഷർ വെച്ചിട്ടുള്ളൊരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാനായിരുന്നു. അത് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഒരു ആംഗിളൊക്കെ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് ആ ആംഗിൾ കണ്ടുപിടിക്കുക. ഓക്കെ, നമുക്കിനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. നോക്കിക്കേ, രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ടെക്സ്റ്റ് ഞാൻ കാണിച്ചു തരാവേ. രണ്ടാമത്തെ ചോദ്യം നോക്കിക്കേ. ദ ഫിഗർ ഷോസ് എ ട്രയാങ്കിൾ ഡ്രോൺ ഇൻ റെക്റ്റാങ്കിൾ. ഒരു റെക്റ്റാങ്കിൾ ഉള്ള ഫിഗറാണ്. കാൽക്കുലേറ്റ് ദ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് കാൽക്കുലേറ്റ് ചെയ്യാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫിഗർ. ഞാൻ പേര് കൊടുക്കുവാണ് ABCD ആൻഡ് ഇത് E എന്ന് കൊടുത്തു. ഒരു റെക്റ്റാങ്കിളിനകത്താണ് ഈ ട്രയാങ്കിൾ ഫോം ചെയ്തേക്കുന്നത്. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ആംഗിൾ BAE തന്നിട്ടുണ്ടല്ലേ? ആംഗിൾ BAE തന്നിട്ടുണ്ട്. എത്ര ഡിഗ്രി? 25 ഡിഗ്രി തന്നിട്ടുണ്ടല്ലോ. പിന്നെ ഏത് തന്നിട്ടുണ്ട്? ആംഗിൾ CDE തന്നിട്ടുണ്ട്. ആംഗിൾ CDE തന്നിട്ടുണ്ട്. എത്ര ഡിഗ്രി? 40 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ ഓരോ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. എന്താണ്? ഓരോ ആംഗിളും 90 ഡിഗ്രിയാണ്. സോ ആംഗിൾ
നിങ്ങൾ തന്നെ നോക്കിക്കേ, ആംഗിൾ ബി എ ഡി, ആംഗിൾ ബി എ ഡി എന്ന് പറയും. ബി എ ഡി എന്ന് പറയുന്ന ആംഗിൾ ഏതൊക്കെ ആംഗിൾ ചേരുന്നതാണ്? ആംഗിൾ ബി എ ഇയും പിന്നെ ഏതാണ് ആംഗിൾ ഏത് ചേരുന്നതാണ്? ആംഗിൾ ഇ എ ഡിയും. ആംഗിൾ ഇ എ ഡിയും കൂടെ ചേർന്നതാണ് ആംഗിൾ ബി എ ഡി എന്ന് പറയുന്നത്. ഈ ബി എ ഡി 90 ഡിഗ്രിയാണ്. ബി എ നമുക്കറിയാം 25 ഡിഗ്രി പ്ലസ് ഇ എ ഡി നമുക്കറിയില്ല, ഞാൻ അതിനെ എക്സ് ആയിട്ട് കൊടുത്തു. സോ എനിക്ക് എക്സ് കാണാൻ എന്ത് ചെയ്യാം? 90 ഡിഗ്രി മൈനസ് 25 ചെയ്താൽ പോരെ. സോ എക്സ് എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 90 മൈനസ് 25. സോ 90 ഡിഗ്രി മൈനസ് 25 65 ഡിഗ്രിയാണ്. ഓക്കെ, എത്രയാണ്? 65 ഡിഗ്രി. നമ്മൾ എവിടെയാണ് ഈ ആംഗിൾ കണ്ടുപിടിച്ചു? എത്രയാണ്? 65 ഡിഗ്രി ആണെന്ന് കണ്ടുപിടിച്ചു. ഇനി ഇതേപോലെ ഈ ആംഗിളും കണ്ടുപിടിച്ചൂടെ? അതെങ്ങനെ കണ്ടുപിടിക്കാം? ആ ആംഗിളിൻ്റെ പേരെന്താണ്? ആംഗിൾ എ ഡി സി. ഈ മൊത്തം ആംഗിളാണ് ആംഗിൾ എ ഡി സി എന്ന് പറയുന്നത്. സോ ആംഗിൾ ഇവിടെ എഴുതാം അല്ലേ, ആംഗിൾ എ ഡി സി. ആംഗിൾ എ ഡി സി എന്ന് പറയുന്നത് എത്രയാണ് എന്ന് പറയുന്നത് ഏതൊക്കെ ആംഗിൾ ചേരുന്നതാണ്? ആംഗിൾ സി ഡി ഇ. ഈ ആംഗിൾ സി ഡി ഇ അല്ലേ, ആംഗിൾ സി ഡി ഇയും പിന്നെ ആരും ചേരുന്നതാണ്? ആംഗിൾ ഇ ഡി എയും. ആംഗിൾ ഇ ഡി എയും അല്ലേ, ആംഗിൾ ഇ ഡി എയും ചേരുന്നതാണ്. ആംഗിൾ എ ഡി സി എത്ര ഡിഗ്രിയാണ് നമ്മൾക്കറിയാം? 90 ഡിഗ്രിയാണ്. ആംഗിൾ സി ഡി നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്? 40 ഡിഗ്രി. സോ 40 ഡിഗ്രി പ്ലസ് ഇതിനെ ഞാൻ വൈ എന്ന് കൊടുത്തു. വൈ എന്ന് കൊടുത്താൽ എനിക്ക് വൈ കാണാൻ എന്ത് ചെയ്യണം? 90 ഡിഗ്രി മൈനസ് 40 ഡിഗ്രി. സോ വൈ എന്ന് പറയുന്നത് എത്രയാണ്? 90 ഡിഗ്രി മൈനസ് 40 ഡിഗ്രി 50 ഡിഗ്രി. സോ ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായി? 50 ഡിഗ്രിയായി. ഈ ആംഗിൾ 65 ഡിഗ്രിയുമായി. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എ ഇ ഡി അല്ലേ കാണാൻ? ആ ഒരു ഫുൾ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് അല്ലേ കാണാൻ? അതിൽ 2 ആംഗിൾ നമുക്ക് കിട്ടി അല്ലേ. ഇനി മൂന്നാമത്തെ ആംഗിൾ എന്ന് പറയുന്നത് എ ഇ ഡി ആണല്ലോ. അത് കാണാൻ എന്ത് ചെയ്താൽ മതി? ആംഗിൾ എ ഇ ഡി. ബാക്കി 2 ആംഗിൾസും കിട്ടിയല്ലോ, അതിന് ഞാൻ എന്താണ് എക്സ് എന്നും വൈ എന്നും അല്ലേ പേര് കൊടുത്തത്. എ ഇ ഡി കാണാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് 180 ആണ്. 180 ഡിഗ്രിയിൽ നിന്ന് തന്നിട്ടുള്ള 2 ആംഗിൾ എക്സും വൈയും. എക്സ് പ്ലസ് വൈ ചെയ്താൽ പോരെ? 180 ഡിഗ്രിയിൽ നിന്ന് തന്നിട്ടുള്ള 2 ആംഗിൾ കൂട്ടി എന്ത് ചെയ്യുക? കുറയ്ക്കുക. അപ്പോൾ 180 ഡിഗ്രി മൈനസ് 65 ഡിഗ്രിയാണ് എക്സ് എന്ന് പറയുന്നത്, പ്ലസ് 50 ഡിഗ്രിയാണ് എന്ത്? വൈ എന്ന് പറയുന്നത്. ഓക്കെ, സോ 180 ഡിഗ്രി മൈനസ് 65 പ്ലസ് 50 എന്ന് പറയുന്നത് 60 പ്ലസ് 50 110 പ്ലസ് 5 1115 ഡിഗ്രി. 1115 ഡിഗ്രി. ഇനി 180 ഡിഗ്രി മൈനസ് 1115 എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 180 ഡിഗ്രി മൈനസ് 120 ആണെങ്കിൽ 60 ആണ്. പിന്നെ ഒരു 5 ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് പോകണ്ടേ. സോ 65 ഡിഗ്രി. അപ്പോൾ 180 മൈനസ് 115 എന്ന് പറയുന്നത് 65 ഡിഗ്രി. അപ്പോൾ നമ്മുടെ ആംഗിൾ എ ഇ ഡി എന്ന് പറയുന്നത് 65 ഡിഗ്രി. സോ ദേ ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 65 ഡിഗ്രി. അങ്ങനെ നമ്മൾ എന്താണ് രണ്ടാമത്തെ ചോദ്യവും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകും മുമ്പ് ഇതിൽ ഒരു കാര്യം കൂടെ, നമ്മൾ ഇതിന് മുന്നേ ഒരു എക്സാമ്പിൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. നോക്കിക്കേ, ഇത് ഞാൻ എടുക്കുമ്പോൾ എനിക്കൊരു എം ഷേപ്പ് ഇതിൽ കിട്ടുന്നില്ലേ? ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ എന്താണ് ഓൾട്ടർനേറ്റ് ആംഗിൾസിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾസിൻ്റെയൊക്കെ എക്സാമ്പിൾസ് പറഞ്ഞപ്പോൾ എം ഷേപ്പിൽ ഒരു എക്സാമ്പിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ എം ഷേപ്പിൽ എക്സാമ്പിൾ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് തന്നിരിക്കുന്നത്? ഈ 2 ആംഗിൾ, ഈ 2 ആംഗിളാണ് തന്നിട്ടുണ്ട്. ഈ നടുക്കത്തെ ആംഗിളാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നമ്മളത് ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി? എക്സ് പ്ലസ് വൈ അങ്ങ് ചെയ്താൽ മതി അല്ലേ. അതായത് 25 ഡിഗ്രി പ്ലസ് 25 ഡിഗ്രി പ്ലസ് 40 ഡിഗ്രി അങ്ങ് ചെയ്താൽ മതി. എത്രയാണ്? 65 ഡിഗ്രി എന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് കിട്ടും അല്ലേ. ഓക്കെ, സോ ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലോട്ട് ഇനി പോയാലോ? തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്. തേർഡ് ക്വസ്റ്റ്യൻ കാണാമോ നിങ്ങൾക്ക്?
ഓക്കെ, ഇതാണ് തേർഡ് ക്വസ്റ്റ്യൻ. ദ ടോപ്പ് ആൻഡ് ബോട്ടം ലൈൻസ് ഇൻ ദ ഫിഗർ ആർ പാരലൽ. മുകളിലത്തെയും താഴത്തെയും ലൈൻസ് പാരലൽ ആണ്. കാൽക്കുലേറ്റ് ദ തേർഡ് ആംഗിൾ ഓഫ് ദി ബോട്ടം ട്രയാങ്കിൾ ആൻഡ് ഓൾ ആംഗിൾസ് ഓഫ് ദി ടോപ്പ് ട്രയാങ്കിൾ. അപ്പോൾ തന്നിട്ടില്ലാത്ത ആംഗിൾസ് എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ആകെപ്പാടെ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഈ ലൈനും പാരലൽ ആണ്. സോ ഞാൻ പേര് കൊടുക്കുവാണ് എ ബി സി ഡി ഇ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? എ ബി പാരലൽ ടു ഡി ഇ ഇത് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ്, ആംഗിൾ എ, തൽക്കാലം ആംഗിൾ എന്ന് എഴുതാം. ആംഗിൾ എ 35 ഡിഗ്രി എന്നും ആംഗിൾ ബി എന്താണ് 45 ഡിഗ്രി എന്നും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആംഗിൾ സി എങ്ങനെയാണെങ്കിൽ കണ്ടുപിടിച്ചൂടെ? ആംഗിൾ സി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതൊരു ട്രയാങ്കിൾ അല്ലേ, എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ആണല്ലോ. സോ ആംഗിൾ സി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 180 ഡിഗ്രിയിൽ നിന്ന് 35 ഡിഗ്രി പ്ലസ് 45 ഡിഗ്രി എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ പോരെ. അതായത് 180 ഡിഗ്രി മൈനസ് 30 പ്ലസ് 40 70, 5 പ്ലസ് 5 10, 70 പ്ലസ് 10 80 ഡിഗ്രി. സോ 180 80 പോയാൽ 100 ഡിഗ്രി. സോ ആംഗിൾ സി എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടി? 100 ഡിഗ്രി ആണെന്ന് കിട്ടി. അതായത് ഈ ആംഗിൾ 100 ഡിഗ്രി ആണെന്ന് കിട്ടി. ഈ ആംഗിൾ 100 ആണെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ ആംഗിൾ എത്രയായിരിക്കണം? ട്രയാങ്കിൾ ഡി സി ഇയിലെ സി ആംഗിൾ എത്രയായിരിക്കണം? അതും 100 ഡിഗ്രി ആയിരിക്കണ്ടേ? എന്തുകൊണ്ട്? ഓപ്പോസിറ്റ് ആംഗിൾസ് ആയതുകൊണ്ട്. എങ്ങനത്തെ? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആയതുകൊണ്ട് അല്ലേ. അപ്പം അതേത് സി ആണ്? ആംഗിൾ ഡി സി ഇ എന്ന് പറയുന്നത് എന്താണ്? 100 ഡിഗ്രി ആണ്. എന്തുകൊണ്ട്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ടു ആംഗിൾ എ സി ബി. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ടു ആംഗിൾ എ സി ബി. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എന്തുകൊണ്ട്? ഈ ലൈനെ ഇങ്ങോട്ട് ഈ ലൈനെ ഞാൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു. ഈ ഡി എ ബി പാരലൽ ആണ്. ആൻഡ് ഈ ഡി ബി എന്ന് പറയുന്നത് ഇവരെ എന്ത് ചെയ്യാണ്? ട്രാൻസ്വേഴ്സ്ലി കട്ട് ചെയ്യുവാണ്. ട്രാൻസ്വേഴ്സ്ലി കട്ട് ചെയ്താൽ ഈ ആംഗിൾ ബിയും ഈ ആംഗിൾ ഡിയും ആരാകും? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആവും. എങ്ങനെ? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആവുമ്പോൾ ആംഗിൾസ് സെയിം ആവും. സോ ആംഗിൾ ഡി 45 ഡിഗ്രി. ഇതിനെങ്ങനെ എഴുതാം? ആംഗിൾ ഇ ഡി ബി ആണത്. ആംഗിൾ ഇ ഡി ബി എന്ന് പറയുന്നത് എത്ര ഡിഗ്രി? 45 ഡിഗ്രി. എന്തുകൊണ്ട്? ഓൾട്ടർനേറ്റ് ആംഗിൾ ടു ആരാണ്? ആംഗിൾ എ ബി ഡി. ആർക്ക്? ആംഗിൾ എ ബി ഡിക്ക്. ആംഗിൾ എ ബി ഡിക്ക് ഓൾട്ടർനേറ്റ് ആണ്. ഇനി അടുത്ത നമുക്ക് ആരെയാണ് കണ്ടുപിടിക്കാനുള്ള? ആംഗിൾ ഡി ഇ എ ആണ്. ആംഗിൾ ഡി ഇ എ ആണ് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ. ആംഗിൾ ഡി ഇ എ ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഈ ഡി ഇ പാരലൽ ടു എ ബി ആണ്. ആൻഡ് എ ഇ എന്ന് പറയുന്ന ലൈൻ ആരാണ്? ഇവരെ ട്രാൻസ്വേഴ്സ്ലി കട്ട് ചെയ്യുവാണ്. ട്രാൻസ്വേഴ്സ്ലി കട്ട് ചെയ്യുന്നത് കൊണ്ട് ഈ ആംഗിൾ ഡി ഇ എ എന്തായിരിക്കും? ഈ ആംഗിൾ ബി എ ഇക്ക് ഓൾട്ടർനേറ്റ് ആവും. സോ ഇതും 35 ഡിഗ്രി ആവും. സോ നമ്മുടെ ആംഗിൾ ഡി ഇ എന്ന് പറയുന്നത് 35 ഡിഗ്രിയാണ്. എങ്ങനെ? ഓൾട്ടർനേറ്റ് ആംഗിൾ ടു ഏതാണ്? ആംഗിൾ ബി എ ഇ. ആംഗിൾ ബി. ഈ ലാസ്റ്റ് തേർഡ് ആംഗിൾ ഏത് നമുക്ക് ഓൾട്ടർനേറ്റ് വെച്ച് പറയാം, അല്ലെങ്കിൽ ആംഗിൾ സം പ്രോപ്പർട്ടി എടുത്തും പറയാം. ഓക്കെ ആണല്ലോ. ഇതായിരുന്നു നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. നമുക്കിനി നാലാമത്തെ ചോദ്യം നോക്കിയാലോ. നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമുക്കൊന്ന് ടെക്സ്റ്റ് നോക്കാം. നാലാമത്തെ ചോദ്യം നോക്കിക്കേ. എന്താണ്? ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ ലാർജ് ട്രയാങ്കിൾ ആർ പാരലൽ ടു ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്സ് ഓഫ് ദി സ്മോളർ ട്രയാങ്കിൾ. Calculate the other two angles of the large triangle and all angles of the smaller triangle എന്നാണ് ചോദ്യം. സോ എന്താണ് ഈ മൂന്നാമത്തെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഈ ട്രയാങ്കിൾസിൻ്റെ റൈറ്റ് സ്ലാൻഡ് രണ്ടും പാരലൽ ആണ്, ലെഫ്റ്റ് സ്ലാൻഡ് രണ്ടും പാരലൽ ആണ് അല്ലേ. അതായത്
എ ബി പാരലൽ ടു ഏതായിരിക്കും? എ ബി റൈറ്റിലോട്ടാണ്, ഡി സി. അതുപോലെ ബി സി പാരലൽ ടു ഏതായിരിക്കും? ഡി ഇ ആയിരിക്കും, ആണല്ലോ. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? ആംഗിൾ എ സി ബി, ആംഗിൾ എ സി ബി 60 ഡിഗ്രി തന്നിട്ടുണ്ട്. ആംഗിൾ ബി സി ഡി, ആംഗിൾ ബി സി ഡി 70 ഡിഗ്രിയും തന്നിട്ടുണ്ട്. നമുക്കിനി ആംഗിൾ ഡി സി ഇ, ആംഗിൾ ഡി സി ഇ കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ? 180 ഡിഗ്രി മൈനസ് 60 പ്ലസ് 70. എന്തുകൊണ്ട്? അതൊരു ലീനിയർ ആംഗിൾ ആണല്ലേ. ലീനിയർ ആംഗിൾ 180 ആണത്. ഇതിങ്ങനെ എടുക്കുമ്പോൾ എന്താണ്? ഇവിടെയും കൂടെ ഒന്ന് ചേർത്തത് ഇതൊരു ലീനിയർ ആംഗിളായി മാറും, ആണല്ലോ. 180 ഡിഗ്രി, അതായത് 180 ഡിഗ്രി മൈനസ് 60 പ്ലസ് 70 130 ആണ്. 180 മൈനസ് 130 50 ഡിഗ്രി. സോ നമ്മുടെ ആംഗിൾ ഡി സി ഇ എന്ന് പറയുന്നത് 50 ഡിഗ്രിയാണ്. ഓക്കെ ആണല്ലോ. സോ എ ബി എന്താണ്? സി ഡിക്ക് പാരലൽ ആണ്. നമ്മൾ ഇതിന് മുന്നേ ഒരു ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പോയിന്റ്? ലൈൻ ഇന്റർസെക്റ്റിംഗ് ടു പാരലൽ ലൈൻസ് അറ്റ് ആംഗിൾസ് ഓഫ് സെയിം മെഷർ. അതായത് എ ബിനെയും സി ഡിനെയും എ എന്ന് പറയുന്ന ലൈന് ആണ് ഇന്റർസെക്ട് ചെയ്യുന്നത്. അതപ്പോൾ മെഷേഴ്സ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഏത് മെഷറാണ്? ഈ ആംഗിൾ 50 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്ര ആയിരിക്കണം? 50 ഡിഗ്രി തന്നെ ആയിരിക്കണം. അപ്പോൾ ആംഗിൾ ബി എ ബി എ ഇ എന്ന് പറയുന്നത് 50 ഡിഗ്രി തന്നെ ആയിരിക്കണം. എന്തുകൊണ്ട്? എ ബിയും സി ഡിയും പാരലലാണ്. എ ഇ എന്ന് പറയുന്ന ലൈൻ അവരെ കോമൺ ആയിട്ട് ഇന്റർസെക്റ്റ് ചെയ്യുന്നതുകൊണ്ട് സെയിം മെഷറിലായിരിക്കും ആ ലൈൻസ് തമ്മിൽ ഇന്റർസെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഈ ആംഗിൾ എ ബി സി കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? 2 ആംഗിൾസ് കിട്ടി. ഇനി തേർഡ് ആംഗിൾ കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമല്ലേ? എന്ത് ചെയ്താൽ മതി? ട്രയാങ്കിളിൻ്റെ ആംഗിൾ സം എടുത്താൽ മതി അല്ലേ. ആംഗിൾ സം എന്ന് പറയുമ്പോൾ 180 ഡിഗ്രി മൈനസ് തന്നിട്ടുള്ള 50 പ്ലസ് 60 എടുത്താൽ മതി. അതായത് 180 ഡിഗ്രി മൈനസ് 50 പ്ലസ് 60 110 ഡിഗ്രി. 180 മൈനസ് 110 70 ഡിഗ്രി. എത്രയാണ്? 70 ഡിഗ്രി. സോ ഇത് എന്ന് പറയുന്നത് 70 ഡിഗ്രി കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി നോക്കിയേ. സോ ബി സിക്ക് ഡി ഇ പാരലൽ ആണ് ആൻഡ് എയും അവരെ ഇന്റർസെക്ട് ചെയ്ത് പോകുന്നുണ്ട്. സോ ബി സിയിൽ എ എന്ന് പറയുന്ന ലൈൻ പോയപ്പോൾ 60 ഡിഗ്രി ഫോം ചെയ്തു. ആൻഡ് ഡിയിലൂടെ ഈ എ ലൈൻ പോകുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെയും 60 ഡിഗ്രി തന്നെ ഫോം ചെയ്യും. എത്ര ഡിഗ്രി ഫോം ചെയ്യും? 60 ഡിഗ്രി. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ്. എ ലൈൻ ഇന്റർസെക്ട് ടു പാരലൽ ലൈൻസ് അറ്റ് സെയിം ആംഗിൾസ്. 2 പാരലൽ ലൈൻസിനെ ഒരു ലൈൻ സെയിം ആംഗിൾസിലായിരിക്കും ഇന്റർസെക്ട് ചെയ്യുന്നത്. സോ ബി സി ആൻഡ് ഡി ഇ പാരലൽ ആയതുകൊണ്ട് ആംഗിൾ എ സി ബിയും ആംഗിൾ എ ഇ ഡിയും എന്തായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. സോ അടുത്തത് ഏതാണ്? ആംഗിൾ എ ഇ ഡി എത്ര ഡിഗ്രി? 60 ഡിഗ്രി. ഓക്കെ ആണല്ലോ. ഇനി ആംഗിൾ സി ഡി ഇ, ആംഗിൾ സി ഡി ഇ കാണാൻ എന്ത് ചെയ്താൽ മതി? ആംഗിൾ സി ഡി ഇ കാണാൻ ആംഗിൾ സം എടുത്താൽ പോരെ. സോ 180 ഡിഗ്രി മൈനസ് 50 പ്ലസ് 60 ചെയ്താൽ മതി. അതായത് 180 ഡിഗ്രി മൈനസ് എന്താണ്? 110 ഡിഗ്രി. അതായത് 180 ഡിഗ്രി മൈനസ് 110 70 ഡിഗ്രി. 70 ഡിഗ്രി. സോ നമ്മുടെ തേർഡ് ആംഗിളായ ആംഗിൾ സി ഡി ഇയും എത്രയാണെന്ന് കിട്ടി? 70 ഡിഗ്രി ആണെന്ന് കിട്ടി. അങ്ങനെ 2 ട്രയാങ്കിൾസിൻ്റെ 3 ആംഗിൾസും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഓക്കെ. ഇനി അടുത്ത ചോദ്യം നോക്കിയാലോ. അടുത്തത് ലാസ്റ്റ് ചോദ്യമാണ്. ലാസ്റ്റ് ചോദ്യം നമുക്ക് നോക്കാം. ലാസ്റ്റ് ചോദ്യം ടെക്സ്റ്റിലൊന്ന് നോക്കിക്കേ. എന്താണ്? എ ട്രയാങ്കിൾ ഇസ് ഡ്രോൺ ഇൻസൈഡ് എ പാരലലോഗ്രാം. കാൽക്കുലേറ്റ് ദ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ. എന്താണ്? ഒരു പാരലോഗ്രാമിനകത്താണ് ഒരു ട്രയാങ്കിൾ വരച്ചേക്കുന്നത്. സോ ഞാൻ പാരലോഗ്രാമിന് പേര് കൊടുക്കുകയാണ്. എ ബി സി ഡി ആൻഡ് ഈ പോയിന്റ് ഇ ആണ്. എന്താണ്? ട്രയാങ്കിൾസിൻ്റെ ആംഗിളുകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം പാരലോഗ്രാമിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ
പാരലലോഗ്രാം ആർ ഈക്വൽ ആണല്ലോ. ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വലുമായിരിക്കും, അഡ്ജസൻ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി, അതായത് 180 ഡിഗ്രി സമ്മും ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറഞ്ഞു. ഈ സപ്പോസ് ഈ ആംഗിൾ സി എന്ന് പറയുന്ന ആംഗിൾ, ഈ സി എന്ന് പറയുന്ന 110 ആണ്. അപ്പോൾ ആംഗിൾ ഡി സി ബി ഞാൻ എടുക്കണം. ആംഗിൾ ഡി സി ബി എന്ന് പറയുന്നത് 110 ആണെങ്കിൽ ആംഗിൾ ഡി എ ബിയും എന്തായിരിക്കണം? ഓപ്പോസിറ്റ് വരുന്നതുകൊണ്ട് 110 ആവണം. പക്ഷേ ഈ ആംഗിൾ ഡി എ ബിനെ എന്താണ്, രണ്ടായിട്ട് കട്ട് ചെയ്താണ് വെച്ചേക്കുന്നത്. ഈ ആംഗിൾ ഡി എ ബി എന്ന് പറയുന്ന ഏതൊക്കെ ആംഗിൾ ചേരുമ്പോഴാണ്? ആംഗിൾ ഡി എ ഇ, ഈ ആംഗിൾ ഡി എ ഇയും ആംഗിൾ ഡി എ ഇയും പ്ലസ് പിന്നെ ഏത് ആംഗിളാണ്? ആംഗിൾ ബി എ ഇയും. ഏതാണ്? ആംഗിൾ ബി എ ഇയും കൂടെ ചേരുമ്പോഴാണ്. ആംഗിൾ ബി എ ഇയും ചേരുമ്പോഴാണ്. ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് 110 ആവണ്ടേ. സോ ആംഗിൾ ഡി എ ബിയും 110 ആകണം. ആംഗിൾ ഡി എ ഇ നമുക്ക് അറിയത്തില്ല, പ്ലസ് ആംഗിൾ ബി എ ഇ തന്നിട്ടുണ്ട് 60 ഡിഗ്രി. സോ ആംഗിൾ ഡി എ ഇ എന്ന് പറയുന്നത് 110 ഡിഗ്രി മൈനസ് 60 ഡിഗ്രിയാണ്. 110 മൈനസ് 60 എന്ന് പറയുന്നത് 50 ഡിഗ്രി. എത്ര ഡിഗ്രി? 50 ഡിഗ്രിയാണ്. സോ ആംഗിൾ ഡി എ ഇ എന്ന് പറയുന്നത് 50 ഡിഗ്രിയാണ്. എത്ര ഡിഗ്രിയാണ്? 50 ഡിഗ്രിയാണ്. ഓക്കെ ആണല്ലോ. ഇനി ഈ ആംഗിൾ എ ഡി സി എത്ര ആവാനാണ് ചാൻസ്? നമുക്കറിയാം അഡ്ജസൻ്റ് ആയിട്ട് വരുന്ന രണ്ട് ആംഗിൾസ് എന്താണ്? സപ്ലിമെൻ്ററി ആണ്. സോ ആംഗിൾ ഡി സി ബി പ്ലസ് ആംഗിൾ എ ഡി സി എന്ന് പറയുന്നത് ടോട്ടൽ 180 ഡിഗ്രി നമുക്ക് കിട്ടണം അല്ലേ? അതിൽ ആംഗിൾ ഡി സി ബി അറിയാം 110 ഡിഗ്രി ആണ്. ഈ ആംഗിൾ എ ഡി സിനെ രണ്ടായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത്. എങ്ങനെ? ആംഗിൾ എ ഡി ഇ അല്ലേ? ആംഗിൾ എ ഡി ഇ, ആംഗിൾ എ ഡി ഇ, ആംഗിൾ എ ഡി ഇ പ്ലസ് പിന്നെ ആരും കൂടെ ഉണ്ട്? ആംഗിൾ സി ഡി ഇ, ഈ 30 ഡിഗ്രി തന്നിട്ടുള്ളത് സി ഡി ഇ. ആംഗിൾ സി ഡി ഇയും കൂടെ ചേരുമ്പോഴാണ് എന്ത്? 180 ഡിഗ്രി നമുക്ക് കിട്ടുന്നത്. ആംഗിൾ എ ഡി സിനെയാണ് എ ഡി ഇ പ്ലസ് സി ഡി ഇ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിൽ 110 ഡിഗ്രി ഉണ്ട് പ്ലസ് ആംഗിൾ എ ഡി ഇ നമുക്കറിയത്തില്ല. സോ ആംഗിൾ എ ഡി ഇ പ്ലസ് ആംഗിൾ സി ഡി ഇ എത്രയാണ്? 30 ഡിഗ്രി is equal to 180 ഡിഗ്രി. സോ 110 പ്ലസ് 30 എന്ന് പറയുന്നത് 140 ഡിഗ്രി പ്ലസ് ആംഗിൾ എ ഡി ഇ ആണ് 180 ഡിഗ്രി എന്ന് പറയുന്നത്. സോ ആംഗിൾ എ ഡി ഇ എന്ന് പറയുന്നത് 180 ഡിഗ്രി മൈനസ് 140. സോ ആംഗിൾ എ ഡി ഇ എന്ന് പറയുന്നത് എത്രയാണ്? 180 മൈനസ് 140, 40 ഡിഗ്രി. സോ ആംഗിൾ എ ഡി ഇ എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 40 ഡിഗ്രി എന്ന് കിട്ടി. ഇനി ആംഗിൾ സം പ്രോപ്പർട്ടി, ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾ സം പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ആംഗിൾ എ ഇ ഡി കണ്ടൂടെ? എ ഇ ഡി കാണാമല്ലോ. എങ്ങനെയാണ്? 180 ഡിഗ്രി മൈനസ് 50 പ്ലസ് 40 ചെയ്യാമല്ലോ. 180 ഡിഗ്രി മൈനസ് 50 പ്ലസ് 40 90 ഡിഗ്രി. 180 മൈനസ് 90 ഡിഗ്രി. സോ നമ്മുടെ ട്രയാങ്കിളിൻ്റെ തേർഡ് ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. എത്രയാണ്? 90 ഡിഗ്രി. ഇതിന് നമുക്ക് വേണമെങ്കിൽ എങ്ങനെയും ചെയ്യാം. ഈ നടുക്കത്തെ ആംഗിൾ ഇതൊരു എം ഷേപ്പ് അല്ലേ? ആ എം ഷേപ്പ് പറഞ്ഞ പോലെ 30 പ്ലസ് 60 കൂട്ടിയാലും ഈ മിഡിൽ ആംഗിൾ 90 കിട്ടും. ഓക്കെ ആണല്ലോ? ഓക്കെ ആയല്ലോ. നമുക്കിനി എല്ലാ ആംഗിൾസും കിട്ടി. ഇനി ഈ ബി ആംഗിളോട് നമുക്ക് നോക്കിയാൽ എത്ര കിട്ടും നമുക്കറിയാം. ഒന്നെങ്കിൽ അഡ്ജസൻ്റ് ആയിട്ട് വരുന്ന രണ്ട് ആംഗിൾസിൻ്റെ സം 180 ആയിരിക്കും, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. സോ ഈ ആംഗിളിന് ഡിക്ക് ഓപ്പോസിറ്റ് ആണ് ആംഗിൾ ബി. ആംഗിൾ ഡി 40 പ്ലസ് 30 70 ഡിഗ്രി. ഓപ്പോസിറ്റ് ആകുന്നതുകൊണ്ട് ആംഗിൾ ബിയും എന്തായിരിക്കും? 70 ഡിഗ്രി ആയിരിക്കും. ഇനി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ. ആംഗിൾ ബിയും ആംഗിൾ സിയും അഡ്ജസൻ്റ് ആണ്. അവർ 180 വരുന്നുണ്ടോ? 110 പ്ലസ് 70 180 വരുന്നുണ്ട്. ഇനി ആംഗിൾ എ പ്ലസ് ഡി വരുന്നുണ്ടോ? ആംഗിൾ എ എന്ന് പറയുന്നത് 110 ആണ്, ആംഗിൾ ഡി എന്ന് പറയുന്നത് 70 ആണ്. അവരും 180 വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ? സോ പാരലൽ ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ
കംപ്ലീറ്റ് ആയിട്ട് തീർന്നിട്ടുണ്ട്. ഏകദേശം 7 വീഡിയോസാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വീഡിയോ പോലും സ്കിപ്പ് ചെയ്യാതെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് കാണുക. എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ഇതിൽ ചെയ്യിച്ചിട്ടുണ്ട്. എന്താണ്, വീഡിയോ കണ്ടു ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇനി അടുത്ത വീഡിയോയിൽ പുതിയൊരു ചാപ്റ്റർ ആയിട്ട് പിന്നെയും കാണാമല്ലോ. ടാറ്റാ, ബൈ ബൈ.